ഒരാളൊരു തെറാപ്പിയുടെ ഒരു തെറാപ്പിക്ക് വേണ്ടി വന്നു കഴിഞ്ഞ് ലൈക്ക് ഇഫ് യു സജസ്റ്റ് ദം ലൈക്ക് ഹിപ്നോതെറാപ്പി വേണമെന്ന് പറയുന്നു. അപ്പം ഇഫ് ഹി ഓർ ഷീ ഈസ് ഫിയർഫുൾ ലൈക്ക് പേടിച്ചിട്ടാണ് ലൈക്ക് എനിക്ക് വേണ്ട എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞ ഒരാളെ കൺവിൻസ് ചെയ്ത് ഹിപ്നോതെറാപ്പി ചെയ്താൽ വിൽ ഇറ്റ് ബി ലൈക്ക് എന്താ പറയുക റിസൾട്ട് കാണുമോ? അങ്ങനെ കൺവിൻസ് ചെയ്യാറില്ല പൊതുവെ. നമ്മളുടെ കാരണം ജോലി അല്ല അത്. ഡൗട്ട് വരില്ല ലൈക്ക് എന്താ പറയുക ഹിപ്നോതെറാപ്പി നമ്മൾ സിനിമയിൽ അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഹിപ്നോതെറാപ്പി എന്ന് പറഞ്ഞാൽ മറ്റേ ഹിപ്നോട്ടൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ എല്ലാം ചോദിച്ചറിയുക അങ്ങനെയൊക്കെയാണല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അതായത് ഇനീഷ്യലി നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യും എന്താണ് ഹിപ്നോതെറാപ്പി എന്നുള്ളതിനെ പറ്റിയിട്ടും. അല്ലെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഷ്യസ് മൈൻഡ്, ക്രിട്ടിക്കൽ ഫിൽറ്റർ, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, ഇതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. എന്നിട്ടും അവർക്ക് ഡൗട്ട്ഫുൾ ആണ്, അവർ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ വി സെൻഡ് ദം ബാക്ക്. അവരോട് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് വരാൻ പറയും. ബിക്കോസ് അവർക്ക് സ്വയം ഹീലാവണം അല്ലെങ്കിൽ ചേഞ്ച് ആവണം എന്നുള്ളിലില്ല എന്നുണ്ടെങ്കിൽ നോബഡി ഇൻ ദ വേൾഡ് ക്യാൻ ചേഞ്ച് ദം. അതായത് എനിക്ക് മാറ്റം വരണം എന്ന് എനിക്ക് തോന്നലില്ലെങ്കിൽ ആരോമലിൽ എന്നെ മാറ്റാൻ പറ്റുമോ? അല്ലെങ്കിൽ വേറൊരു ഡോക്ടർക്ക് എന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഐ വിൽ റെസിസ്റ്റ് ദാറ്റ്. ഞാൻ തന്നെ ചിലപ്പോൾ അത് സാബോട്ടേജ് ചെയ്യും. അപ്പം അതിലും നല്ലത് ആ വില്ലിങ്നെസ്സോട് വരുന്നവരെ അഡ്രസ്സ് ചെയ്യാന്നുള്ളതാണ്. ADHD, OCD ഇങ്ങനെയുള്ള ഡിസോർഡേഴ്സ് ഉണ്ടല്ലോ. അപ്പം ഇതൊക്കെ ആക്ച്വലി ഒരാൾക്ക് ഡയഗ്നോസ് ചെയ്യുന്നത് കുറേ കഴിഞ്ഞിട്ടായിരിക്കും. ലൈക്ക് ഒരു യങ്ങർ ഏജിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 30s 40s ആയിരിക്കും ചിലപ്പം ഡയഗ്നോസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസ് ADHD ഇപ്പോഴാണ് അവർ ഡയഗ്നോസ് ചെയ്തതെന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ലൈക്ക് ഇത്രയും നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡിസോർഡറിനെ നമുക്ക് ഇതുവഴി ഹീൽ ചെയ്യാൻ പറ്റില്ല. ഹീൽ ചെയ്യുക അല്ലെങ്കിൽ അതായത് ADHD എന്ന് പറയുന്നത് തന്നെ ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. അതല്ലാതെ നമ്മൾക്ക് OCD എന്ന് പറയുന്നത് അതല്ല. OCD ഈസ് എ മെൻ്റൽ ഇൽനെസ്. ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചറിലുള്ള മാറ്റം കൊണ്ട് നമുക്ക് വരുന്ന ഒരു കാര്യമാണ്. അതൊരിക്കലും ക്യൂറബിൾ അല്ല. അതിൻ്റെ മാനേജ്മെൻറ്റ് മാത്രമേ നടക്കുകയുള്ളൂ. പിന്നെ ഹിപ്നോതെറാപ്പി ആയാലും ഏത് തെറാപ്പീസ് ആയാലും ഹിപ്നോതെറാപ്പി മാത്രമല്ല യൂസ് ചെയ്യണത്. ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ബിഹേവിയറൽ തെറാപ്പീസ് യൂസ് ചെയ്യുന്നുണ്ടാവാം. ഇപ്പം ഞാൻ പഠിച്ച ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി തന്നെ ഈസ് എൻ ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച്. NLPയിലെ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. പല ടെക്നിക്സും യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ അത് വെച്ച് അവരുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. OCDയുടെ ട്രീറ്റ്മെൻറ്റ് രീതി വേറെ ആയിരിക്കും, ADHD ഉള്ള ആൾക്കാരുടെ രീതികൾ വേറെ ആയിരിക്കും. പക്ഷെ മിക്കപ്പോഴും കണ്ടുവരുന്നൊരു കാര്യമാണ് ADHD ഇപ്പം ചിലപ്പോൾ അത് ഡയഗ്നോസ് ചെയ്യാതെ പോയിട്ടാണെങ്കിലും അത് വന്ന് ചിലപ്പോൾ OCDയിലേക്ക് മാറാം. അത് രണ്ടും ഒരുമിച്ച് വരുന്ന കേസസ് എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഹിപ്നോതെറാപ്പി ഈസ് എഫക്റ്റീവ് ഫോർ മാനേജ്മെൻറ്റ്. ADHD ക്യൂർ ചെയ്യാമെന്നൊന്നും ഒരിക്കലും പറയുന്നത് ശരിയാവില്ല. ഈ ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നതിനെ നമ്മളൊരു സ്പിരിച്വാലിറ്റി ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം. ലൈക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യയുടെ തന്നെ ഒരു ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ടെക്നിക്സ്, ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. നമ്മൾ ഈ പരകായ പ്രവേശം എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, ലൈക്ക് അങ്ങനത്തെ കുറേ അങ്ങനത്തെ ഏൻഷ്യൻ കുറേ പ്രാക്ടീസസ് ഉണ്ട്. സോ കുറേയൊക്കെ എനിക്ക് അതുമായിട്ട് സിമിലാരിറ്റീസ് തോന്നി. എത്രത്തോളം അത് സിമിലർ ആണ്? നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. അതിന് വേണമെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മണിച്ചിത്രത്താഴ് മൂവി, അതിലത്തെ നാഗവല്ലിനെ എടുക്കുക. ഇപ്പം ശോഭന നാഗവല്ലിയുടെ പിക്ചർ നോക്കിയിട്ട് ഇങ്ങനെയെല്ലാം നിന്ന് നാഗവല്ലിയായിട്ട് റെസനേറ്റ് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ പറയാം, ശോഭനയുടെ പാസ്റ്റ് ലൈഫ് ആയിരുന്നു നാഗവല്ലി എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. വേറൊരാൾക്കാർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ബാധ കയറി എന്ന് ചിന്തിക്കാം. വേറൊരു കൂട്ടം ആൾക്കാർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ഇത് ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ ആണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, അതിൻ്റെ പുതിയ പേരാണ് ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ, അതാണെന്ന് ചിന്തിക്കാം. ഇത് കാണുന്ന ആളുടെ പെർസ്പെക്റ്റീവ് പോലെ ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു തെറാപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിലേതാണെങ്കിലും ഇത് ഡീൽ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് ഡീൽ ചെയ്ത് കഴിയുമ്പോൾ ക്ലയൻറ്റിന് ബെറ്റർ ആവും. ഇതാണോ അതാണോ ഇതാണോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. സ്പിരിച്വാലിറ്റി ആയിട്ടുള്ള കണക്ഷന് പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റൻഷൻ അനുസരിച്ചിരിക്കും. ഇപ്പം നമുക്ക് ഇൻറ്റൻഷൻ ഉണ്ട് നമ്മുടെ ഹയർ സെൽഫായിട്ട് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യണം. ഇതെല്ലാം ഹിപ്നോസിസിൽ നടക്കില്ല എന്ന് ഞാൻ പറയില്ല. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ പോകുന്ന സാഹചര്യത്തിലാണെങ്കിൽ ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ വഴിയാണെങ്കിലും ഒരു തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് വഴിയാണെങ്കിലും യു വിൽ ബി ഏബിൾ ടു റീച്ച് ഓൾ ദാറ്റ് സ്റ്റേറ്റ്സ്. സോ സ്പിരിച്വാലിറ്റി കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി യെസ്. അത് കുറച്ചുകൂടെ ഇവോൾവ് ആണോ നമ്മൾ ഈ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ? ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ഞാൻ ചിലപ്പോൾ ഇവോൾവ് ആയിരിക്കും, അത്രയ്ക്ക് ഇവോൾവ് ആണോ വേറൊരാളെന്ന് ചോദിച്ചാൽ ഡിപ്പെൻസ്. നമ്മൾ പേഴ്സണലി എത്രത്തോളം വർക്ക് ചെയ്യുന്നു, നമ്മൾ എത്രത്തോളം അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, ഇതെല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്.
ഹിപ്നോതെറാപ്പി നമുക്ക് ഏതെങ്കിലും റിലീജിയസ് കൾച്ചറായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. ഓക്കെ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെ. കാരണം നമ്മുടെ ഈ വാരണാസി ആ സൈഡിലേക്കുള്ള ഉം. ഋഷിമാരുണ്ടല്ലോ, അപ്പോൾ അവരുടെയൊക്കെ പല രീതിയിലുള്ള സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ലൈക്ക് പ്രാക്ടീസസ് ആണെങ്കിലും ഇതുപോലെ കംപ്ലീറ്റ്ലി ഒരു വേറൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് ജമ്പിങ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ ലൈക്ക് അവരങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് മെഡിറ്റേഷനിലെല്ലാം അവർ അതിനകത്ത് പറയുന്നുണ്ട്. ലൈക്ക് പലതിലും പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്, സബ് കോൺഷ്യസ് മൈൻഡിലാണ് ദേ റിലൈ ഓൺ ലൈക്ക് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന്. സോ ഈസ് ദാറ്റ് ഹിപ്നോതെറാപ്പി? ട്രാൻസ് മൂവി കണ്ടിട്ടുണ്ടോ? ആ മൂവിയിൽ ട്രാൻസ് എന്ന് പറയാനുള്ള കാരണം എന്താ, കുറേ പാട്ടൊക്കെ ഇട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ധ്യാനത്തിന് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അമ്പലത്തിൻ്റെ സെറ്റിങ്ങിൽ ആ മ്യൂസിക് എല്ലാം കേട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി, ശരിക്കും മെസ്സേജ് യൂണിറ്റ്സ് ആണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. കുറേ മെസ്സേജ് യൂണിറ്റ്സ് വന്നാൽ തന്നെ നമ്മളൊരു സ്റ്റേറ്റ് ഓഫ് അലേർട്ട്നെസ്സിലേക്ക് എത്തും, നമ്മൾ ആ ഒരു ഹിപ്നോസിസ് സ്റ്റേറ്റിലേക്ക് എത്തുന്നുണ്ട്. സോ വാരണാസിയിലായാലും എവിടെ ആയാലും ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലെത്തും. നമ്മുടെ മൈൻഡ് എക്സ്പ്ലോർ ചെയ്യാനും അല്ലെങ്കിൽ അവിടെ ചേഞ്ചസ് വരുത്താനും, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മൈൻഡ് ബോഡി ഇൻ്റർകണക്റ്റഡ്നെസ്സിനെ ബാധിക്കാനും എല്ലാം സാധ്യതയുണ്ട്. മെൻ്റൽ കണ്ടീഷൻസ് ആണല്ലോ മെയിൻലി ഹിപ്നോതെറാപ്പി വഴി ഇപ്പം സാൻഡ്ര ഹീൽ ചെയ്യുന്നത്. ഏത് മെൻ്റൽ കണ്ടീഷൻസ് ആണ് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഹിപ്നോതെറാപ്പി വഴി ഹീൽ ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഹീലിംഗ് അല്ല ചെയ്യുന്നത്, ഓക്കെ. അവർക്ക് നമ്മൾ തെറാപ്പി ഫെസിലിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഐ എം നോട്ട് എ ഹീലർ. ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ എം എ തെറാപ്പിസ്റ്റ്, ഐ ക്യാൻ ഫെസിലിറ്റേറ്റ് തെറാപ്പി. ഓക്കെ. അവരാണ് അവരെ തന്നെ ഹീൽ ചെയ്യുന്നത്. ബിക്കോസ് എത്രത്തോളം അവര്, അതെ, അതുകൊണ്ടാണ് ഞാൻ ആ ട്രെയിനറിന്റെ എക്സാമ്പിൾ പറഞ്ഞത്. പറഞ്ഞു കൊടുക്കാൻ മാത്രമേ പറ്റൂ, വെയിറ്റ് അവർ തന്നെ എടുക്കണം. അപ്പം ഈവൻ ആ സ്റ്റേറ്റിലാണെങ്കിൽ പോലും അവരുടെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുന്നതായാലും, അല്ലെങ്കിൽ അവരുടെ ട്രോമാസ് അഡ്രസ്സ് ചെയ്യുന്നതായാലും, അല്ലെങ്കിൽ എത്ര ഫാസ്റ്റ് ആയിട്ട് പോകണം, എത്ര സ്ലോ ആയിട്ട് പോകണം, ആ പേസ് എല്ലാം ഓരോ ഇൻഡിവിജ്വലിൻ്റെയും കംഫേർട്ട് അനുസരിച്ചാണ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ദാറ്റ്. ഈ ഹിപ്നോതെറാപ്പി മെയിൻലി ബാഡ് ഹാബിറ്റ്സിനെയൊക്കെ ഒരുപാട് നമുക്ക് എന്താ പറയുക നിർത്താൻ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വായിച്ചു. അപ്പം ലൈക്ക് സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ഓവർ ഈറ്റിംഗ്, ഹൗ ഡസ് ദാറ്റ് വർക്ക്? എപ്പോഴും അഡിക്ഷൻസ് വരുന്നത് നമ്മുടെ ഉള്ളിലത്തെ ഒരു വോയിഡിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു എംപ്റ്റിനെസ് നിന്നാണ് മിക്ക അഡിക്ഷൻസും വരുന്നത്. ഫോർ എക്സാമ്പിൾ, സ്മോക്ക് ചെയ്യുന്ന ഒരു സ്മോക്കറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രെസ്സ് വരുമ്പോൾ ആദ്യം ഒന്ന് സ്മോക്ക് ചെയ്യാം, 2 പുക വിട്ടിട്ട് വരാം, അല്ലെങ്കിൽ 2 അടിക്കാം. ഇതാണ് സ്ട്രെസ്സ് വരുമ്പോൾ. സന്തോഷം വന്നാലും സ്ട്രെസ്സ് വന്നാലും അവരുടെ അസോസിയേഷൻ അതാണ്.